ചോര. എഴുന്നേക്ക് ചേച്ചി. എന്താ ഇവിടെ? എന്താ മോളിത്? അയ്യോ, ചോരയാണല്ലോ. എന്താ നീ കാണിച്ച? എന്ത് ധിക്കാരം നീ കാണിച്ചെന്ന് ഞാൻ ചോദിച്ചതിന് ഉത്തരവില്ലേ? കല്യാണി നിന്നോടാ ഞാൻ ചോദിക്കുന്നേ. അച്ഛാ, ചേച്ചി വഴക്ക് പറയരുത്. ആ വളകള് പൊട്ടിച്ച ഞാനാ. നീ മിണ്ടരുത്. ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി അവന്റെ ഒരു ത്യാഗം. സത്യമായിട്ട് ഞാനാ അച്ഛാ അത് ചെയ്തത്. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ലേ എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന്? എനിക്കറിയാം ആരാ ചെയ്തതെന്ന്. എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ആയിക്കോ, പക്ഷേ എന്നൊരു വിഡ്ഢിയാക്കരുത്. അതെനിക്ക് സഹിക്കില്ല. നിങ്ങളിപ്പോ എന്നെ കാണുന്നത് ഒരു ശത്രുവായിട്ടാ. അല്ലെങ്കിൽ നീയോ ഇവനോ ഇത് ചെയ്യില്ലായിരുന്നു. മോളെ, ഓർക്കാപ്പുറത്ത് ഇണയും തുണയുമായി നിന്നവൾ എന്നെ വിട്ട് വിളിച്ചാൽ വിളി കേൾക്കാത്ത ദൂരത്തേക്ക് അകന്നുപോയി. പിന്നെ നിങ്ങൾക്ക് വേണ്ടി അല്ല, നിങ്ങൾ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ ജീവിച്ചു. തൃച്ചംബര എന്ന വലിയ ലോകത്ത് കറങ്ങുമ്പോഴും ഈ പാവപ്പെട്ടവന്റെ ചെറിയ ലോകവും ചെറിയ സങ്കല്പങ്ങളും നിങ്ങളോടൊപ്പമായിരുന്നു. നമ്മൾ 3 പേരും അടങ്ങുന്ന ലോകം. ഞാൻ നിന്റെ അച്ഛനാണ്. മറ്റുള്ളവരെ കൊണ്ട് ഒന്നും പറയിപ്പിക്കാതെ നിന്നെ നല്ലൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ വിവാഹം കഴിച്ചയക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അതെന്റെ അവകാശമാണ്, എന്റെ ഉത്തരവാദിത്വമാണ്. നീ തകർത്തത് കുപ്പിവളകളെയല്ല, ഒരച്ഛന്റെ ഹൃദയത്തെയാ, സ്വപ്നങ്ങളെ. ചേച്ചി നോക്കട്ടെ. അപ്പച്ചന്റെ പേര് ശാരദ എന്നാണ്. നീരജിന്റെ അച്ഛന്റെ ഒരേ ഒരു പെങ്ങളാ. ഞാൻ കല്യാണിയെ വിവാഹം കഴിക്കാൻ പോകുന്ന നീരജിന്റെ അമ്മാവനാ. സ്ത്രീധന തുകയിൽ നിന്നും കുറച്ചു രൂപ മുൻകൂറായി വേണമെന്ന് നീരജിന്റെ അച്ഛൻ പറയുന്നത്. ഈ കാര്യം തൽക്കാലം ആരും അറിയണ്ടെന്നും പറഞ്ഞു. അഖില മേഡം ഇടപെട്ട കേസായതുകൊണ്ട് തൃച്ചംബരത്ത് അറിയിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇല്ല, ആരും അറിയില്ല. എന്റെ ഈശ്വര, ശാരദാമ്മ പീതാംബരക്കുറുപ്പിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. പണം ആവശ്യപ്പെട്ട് വന്നത് ശാരദാമ്മ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? ഭഗവാനെ, ആരാ എന്താന്നറിയാതെ പണം കൊടുത്ത അബദ്ധാവല്ലേ? വെളിപ്പുറത്തമ്മേ, എന്റെ മോളുടെ സമ്പാദ്യം ഞാനെടുത്ത് കൊടുത്തത്. കാത്തോളണേ ദേവി.
അവന്റെ കൈ മലർത്തിയിടിക്ക്. അങ്ങനെ തന്നെ. ഇവള് കൊള്ളാലോ. എടി ദേ ഇവളെ വിട്ടുകൊടുക്കരുത് നീ. കമോൺ. കൊള്ളാം, സൂപ്പർ. അയ്യോ ഗംഗേ, സൂപ്പർ. തിരിച്ചടിക്ക്. എടി തിന്നുന്നത് പോലെ എളുപ്പമല്ല ഇതൊന്നും. അവള് പഞ്ചഗുസ്തി പഠിക്കാൻ വന്നിരിക്കുന്നു. അതെ, നീ ജയിക്കുന്ന മത്സരം ആകെയുള്ളത് തീറ്റ മത്സരം. ആന്റി എന്നെ അങ്ങനെ അങ്ങ് കളിയാക്കൊന്നും വേണ്ട. അത്രക്ക് ഇതാണെങ്കിലേ ആന്റി ഒന്ന് പഞ്ച് പിടിച്ച് ജയിച്ചു കാണിച്ചേ. കുറുക്കനാവല്ലേ നീ? നിനക്ക് ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കാനുള്ള ഉദ്ദേശമല്ലേ? ഏയ് എന്താ ആന്റി ഇത്? ജസ്റ്റ് ഒരു ഗെയിം അല്ലേ? വാ നമുക്കൊന്ന് മത്സരിച്ച് നോക്കാം. ശരി, നിന്റെ ആഗ്രഹമല്ലേ, ഞാൻ ശ്രമിച്ചു നോക്കാം. എഴുന്നേറ്റ് മാറടി. ശരി, ഇരുന്നോ. ഞാൻ റെഡി. ഞാനും. പിടിച്ചോ. ആന്റി സൂപ്പർ. ആന്റി കുറച്ചുകൂടെ ഉള്ളൂ. കൈ മലർത്തി അടിച്ചോ, കൈ മലർത്തി അടിക്ക്. ഗംഗേ, നീ വിടരുത്. അങ്ങനെ തന്നെ തോറ്റു കൊടുക്കരുത്. കമോൺ ഗംഗേ, കമോൺ. ഗംഗ ജയിച്ചു. ആന്റി, ഞാൻ തോറ്റപ്പോ എന്ത് ഡയലോഗായിരുന്നു. ഇപ്പൊ ആന്റി തോറ്റപ്പോ സമാധാനായല്ലോ. നമുക്ക് ഈ കളി അങ്ങ് കാര്യാക്കിയാലോ? ആന്റി എന്താ ഉദ്ദേശിക്കുന്നത്? പറയാം. നമ്മൾ ഗെയിം കളിക്കുമ്പോ ആ അടുക്കളക്കാരി നോക്കി നിന്നിട്ട് പോയത് നീ ശ്രദ്ധിച്ചോ? ഞാൻ ശ്രദ്ധിച്ച ആന്റി. അവളെയും കൂടി ഈ ഗെയിമിൽ കൂട്ടിയാലോ? ഇത് ഞാൻ ആന്റിയോട് അങ്ങോട്ട് പറയാനിരുന്നതാ. അപ്പൊ ആന്റി ഇത് ഇങ്ങോട്ട് അവതരിപ്പിച്ചു. അപ്പോ നമ്മുടെ ചിന്തയ്ക്കും സമാനതയുണ്ടല്ലേ? അതെ ആന്റി. ജയന്തി, ആന്റി നീ പോയി ആ കല്യാണിയോട് ഞാൻ വിളിക്കുന്നു പറ. ശരി ആന്റി, ഞാൻ അവളെ ഇപ്പൊ തന്നെ കൂട്ടിക്കൊണ്ടുവരാം. കല്യാണി, അതെ, നിന്നെ ആന്റി വിളിക്കുന്നു. ഗെയിം കളിക്കാനാ, നിന്നെ കൂട്ടിക്കൊണ്ടു പോവാനാ ഞാൻ വന്നത്. എനിക്ക് കിച്ചണിൽ ഒരുപാട് ജോലിയുണ്ട്. ഗെയിം കളിക്കാനൊന്നും ഞാനില്ല. എന്താ കല്യാണി ഇത്? എപ്പോഴും ജോലി ജോലി എന്നുള്ള വിചാരേ ഉള്ളൂ നിനക്ക്. ദേ, ആന്റിയെ നിന്നെ വിളിക്കാൻ പറഞ്ഞു വിട്ടതേ. വേഗം വാ. ഇതിൽ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? നീ വാ. ഇല്ല, ഞാൻ വരുന്നില്ല. കല്യാണി, ഗെയിമില് ഗംഗ എന്നെയും ആന്റിയെയും തോൽപ്പിച്ചു. നീ എങ്കിലും വന്ന് ആ ഗംഗയെ ഒന്ന് തോൽപ്പിക്കേ പ്ലീസ്.
എന്തു പറ്റി കല്യാണി? ആ ഗംഗയോട് ഒരിക്കലും ജയിക്കാൻ പറ്റില്ലെന്ന് കരുതിയാണോ? ഗംഗ ഭയമുണ്ടല്ലേ? എനിക്ക് ഭയമൊന്നുമില്ല. ആ ഈ കല്യാണി ആ ഗംഗയുടെ മുന്നിൽ ഒരു കാര്യത്തിനും തോൽക്കില്ല. ഉം. ജയിക്കും. ജയിച്ചേ പറ്റൂ എനിക്ക്. ഈ ആത്മവിശ്വാസമാണ് വേണ്ടത്. എന്നാ വാ. ഇനി എന്താ ആലോചിക്കുന്നേ? ആ അത് വേറൊന്നുമല്ല. ആ ഗംഗ എന്നോട് തോറ്റുപോകലെന്ന് ആലോചിച്ചതാ. ആ ശരി ശരി, വേഗം വാ. ആന്റി, കല്യാണി പറയുന്നത് മത്സരത്തിൽ ഗംഗയെ തോൽപ്പിച്ചിരിക്കുന്ന. കല്യാണി തന്നെ ജയിക്കുമെന്ന്. എന്നെ തോൽപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നേടാവുന്നുള്ളത് ഇവളുടെ പാഴ് മോഹം. എല്ലാ കാര്യത്തിലും അതെ. മത്സരത്തിന് മുന്നേ ഒരു കണ്ടീഷനുണ്ട്. ഈ പഞ്ചഗുസ്തി മത്സരത്തിൽ ഇവള് തോറ്റ പിന്നെ ഇവൾ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഈ വീടും നാടും വിട്ട് പോയിരിക്കണം. എന്താ സമ്മതമാണെന്ന് ചോദിക്കാണ്ടേ? ശരി, ഞാൻ തോറ്റാൽ ഈ പറഞ്ഞതിനെല്ലാം ഞാൻ തയ്യാർ. മറിച്ച് ഞാനാണ് ജയിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് തോൽക്കുന്ന ആളും കേൾക്കേണ്ടി വരും. അതിന് തയ്യാറാണോന്ന് എനിക്കറിയണം. ഞാൻ പറഞ്ഞ കാര്യത്തിന് നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാനും മത്സരത്തിന് റെഡിയാണ്. ഞാൻ റെഡി. മത്സരത്തിൽ എനിക്കാണ് തോൽവിയെങ്കിൽ നീ പറയുന്നത് എന്തും കേൾക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാ മത്സരം തുടങ്ങാം. ആ ദാസനെ കൊല്ലാനുള്ള പദ്ധതി നടക്കാതെ പോയത്. ഇനി നമ്മൾ അയാൾക്ക് കൊടുക്കാൻ പോകുന്നത് സൈനൈഡാ. മിനിറ്റുകൾ വേണ്ട ചത്തു തൊലയാൻ.
മത്സരത്തിൽ ഞാൻ ജയിച്ചു. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. അതാണ് നിബന്ധന.